ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള സാങ്കേതികവും സൈനികവുമായ സഹായങ്ങൾ നൽകുന്നതാണ് ഇസ്രായേലിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് NSO ഗ്രൂപ്പിന്റെ വിവാദ സോഫ്റ്റ്വെയറായ പെഗസസ് ഉപയോഗിച്ച് രാജ്യത്തെ ആക്ടിവിസ്റ്റുകളെയും മാധ്യമപ്രവർത്തകരെയും ചാരപ്രവർത്തകരെയും നിരീക്ഷിക്കുന്നുണ്ട് എന്ന വാട്സ്ആപ്പ് നടത്തിയ വെളിപ്പെടുത്തലാണ്. ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. രാജ്യത്തെ ആക്ടിവിസ്റ്റുകളുടെയോ മാധ്യമപ്രവർത്തകരുടെയോ അഭിഭാഷകരുടെയോ ഫോണിൽ അനാവശ്യമായി ഇടപെടാൻ BJPയോ സർക്കാരോ ഇസ്രായേൽ ഏജൻസികളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വലിയ അഴിമതിയാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നു എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 4 വൻകരകളിലായി 20 രാജ്യങ്ങളിലെ 1400ഓളം ഉപഭോക്താക്കളുടെ ഫോണുകളിലാണ് NSO ഗ്രൂപ്പ് എന്ന കമ്പനി നുഴഞ്ഞു കയറിയതെന്ന് വാട്സ്ആപ്പിന്റെ ഉടമസ്ഥരായ ഫേസ്ബുക്ക് ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ജേർണലിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടായിരുന്നു ഇവയൊക്കെ. വാട്സ്ആപ്പിന്റെ വീഡിയോ കോളിംഗ് സംവിധാനത്തിൽ കടന്നു കയറിയാണ് ഫോണിലേക്ക് വൈറസ് കടത്തിവിടുന്നത് എന്നും അങ്ങനെയാണ് ഹാക്കിംഗ് നടത്തിയതെന്നുമാണ് വാട്സ്ആപ്പ് പറഞ്ഞത്. ഫോണിലെ മെസ്സേജുകളിലേക്കും ഫോണുകളിലേക്കും പാസ്വേഡുകളിലേക്കും വൈറസ് കടത്തിവിട്ടാണ് വിവരങ്ങൾ ചോർത്തുന്നത്. ഇസ്രയേലി കമ്പനിക്കെതിരെ സാൻ ഫ്രാൻസിസ്കോയിലെ കോടതിയിൽ വാട്സ്ആപ്പ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മെക്സിക്കോ, UAE, ബഹ്റൈൻ തുടങ്ങി 20 രാജ്യങ്ങളിലാണ് ഈ ഹാക്കിംഗ് നടന്നതെന്നാണ് വാട്സ്ആപ്പ് ആദ്യം അറിയിച്ചത്. എന്നാൽ NSO ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. കേസിനെതിരെ പോരാടുമെന്നും അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഭീകരവാദത്തിനും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പോരാടുന്ന സർക്കാർ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും അവർ പറയുന്നു. മുൻപും NSOയ്ക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരാണ് NSOയെ ലക്ഷ്യമിടാറ്. സൗദി രാജകുമാരന്റേതടക്കമുള്ള ഫോൺ കോളുകൾ ഹാക്ക് ചെയ്യാൻ UAE NSOയോട് ആവശ്യപ്പെട്ടിരുന്നതായി കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ടൈംസ് വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്താംബുളിലെ സൗദി കോൺസുലേറ്റിൽ നടന്ന ജമാൽ ഖഷോഗിയുടെ കൊലയുമായി ബന്ധപ്പെട്ട് വരെ സമാനമായ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.